ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ വിനയൻ ചോദിക്കുകയാണ് ചീരുവിനോട്, നീ എൻ്റെ വീട്ടിലോട്ട് വരുന്നോ? നീ എന്തായാലും പഞ്ചരത്നത്തിലാണ് ഇനി പോകുന്നതെന്ന് നീ തീരുമാനിക്കുന്നു, എന്നാൽ അവിടെ ഒന്ന് പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ, അതെ, നിങ്ങളുടെ അമ്മയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയോട് ചോദിക്കുക, എന്നോട് ചോദിക്കേണ്ട എന്ന് പറയുന്നു കേട്ടോ. അത് കേൾക്കുന്ന വിനയന് ഒത്തിരി സങ്കടമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ദാസിനെയാണ്. ദാസ് ഇങ്ങനെ മാഷിന് മരുന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. അണ്ണാ, ഇതാ മരുന്ന് കുടിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയണേ. എന്തായാലും ആ ഡോക്ടറെ കണ്ടത് അണ്ണാ നന്നായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അയാളുടെ നല്ല ചികിത്സയാണ്, എന്തായാലും അയാളുടെ മരുന്ന് മാത്രമേ ഇനി കഴിച്ചാൽ മതി, മറ്റു മരുന്നുകളൊന്നും അണ്ണൻ കഴിക്കണ്ട. അയാളുടെ ക്ലാസ് കേട്ടപ്പോൾ തന്നെ മനസ്സിനൊരു എനർജി ഒക്കെ കിട്ടിയതുപോലെ. അപ്പോൾ ആരോ വന്നതായി ദാസിന് തോന്നാനായിട്ട് ഒരു ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കണം. അപ്പോൾ ദാസ് പറയണേ, ഞാൻ എന്തായാലും അണ്ണ ആരാ വന്നിരിക്കുന്നതെന്ന് പോയി നോക്കിയിട്ടേ എന്ന് പറയണ്ട. അപ്പോൾ ഉടൻ തന്നെ പുറത്തോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച വിജയനെ ആയിരിക്കട്ടെ. വിജ, നീ ഈ വഴിക്ക് വന്നിട്ട് ഒത്തിരി നാളായല്ലോ, ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാനിരിക്കുകയായിരുന്നു. അത് കേട്ട ഉടൻ തന്നെ, എന്നെ ഇപ്പോൾ വിളിക്കാറുമില്ല, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരാറില്ല, കുറച്ച് തിരക്കായി എന്നൊക്കെയാണ് പറയണേ. എന്തായാലും അകത്ത് കയറിയിരിക്കുക, ചായ കുടിക്കാനൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. കാരണം ശാന്തമ്മ ഇവിടെ ഇല്ല, എങ്കിൽ ഞാനൊരു ചായ ഇടിയിപ്പിച്ച് തന്നിരുന്നു എന്നൊക്കെയാണ് പറയുമ്പോൾ, അതൊന്നും വേണ്ട, ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. ജോർജിനെ കണ്ടിരുന്നു, ജോർജ് കുറച്ച് പൈസ ഏൽപ്പിച്ചിട്ടുണ്ട്, അവനെ കാണാൻ തന്നെയാണ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത് എന്ന് പറഞ്ഞത്. അപ്പോൾ 50,000 രൂപ കൊടുക്കണം കേട്ടോ. അപ്പോൾ ബാക്കിയോ എന്നിങ്ങനെ ദാസ് ചോദിക്കുമ്പോൾ, 50,000 അയാളുടെ മകനിക്ക് എന്തോ ആക്സിഡൻറ്റ് പറ്റിയിരുന്നു, അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ 50,000 ഒരാഴ്ചക്കുള്ളിൽ തരാം, ഇത് ഈ ജോർജിനെ അങ്ങ് വിളിച്ച് പറഞ്ഞാൽ പോരെ എന്ന് പറയുമ്പോൾ, അതെങ്ങനെ ചോദിച്ച പണം ഇത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കുക എന്ന് പറയുന്നത്, പിന്നീട് അവരോട് പറയുന്ന അതുണ്ടല്ലോ, അത് അയാൾക്ക് അത്രയും ഫീല് തോന്നിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം പറഞ്ഞ സമയത്തിനുള്ളിൽ പണം തിരികെ കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന വേദന കൊണ്ടായിരിക്കാം എന്നോട് വന്ന് പറഞ്ഞത് എന്നൊക്കെ പറയണിട്ടാ. എന്നാൽ ശരി, എന്നാൽ പോവാ എന്ന് പറഞ്ഞിട്ട് വിജയൻ അങ്ങ് പോവാണ്. ഇതേ സമയം വിജയൻ ഇറങ്ങിയ സമയം വിജയനൊരു കാര്യം ഓർമ്മയാണ്. അല്ല എന്താ സാറേ എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ, അല്ല അനുപമ പഞ്ചരത്നത്തിലോട്ട് പോവാണോ? ഇത് കേൾക്കുന്നതിനോടുകൂടി മാഷൊന്ന് ഞെട്ടി. പിന്നീട് മാഷ് ഇവരുടെ സംസാരം ശ്രദ്ധിക്കുന്നു. അല്ല, അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, അനുപമ പഞ്ചരത്നത്തിലോട്ട് പോവുകയാണോ, അത് ഇന്ദ്രൻ്റെ അമ്മായിയമ്മ അതിലെന്തെങ്കിലും കളിച്ചോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അതെന്താ നീ അങ്ങനെ പറയാൻ എന്ന് വീണ്ടും ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ പറയാനുള്ള കാരണം, ഈ പറയുന്ന ഇന്ദ്രൻ ഇന്നലെ എന്നെ കണ്ടിരുന്നു, അവനെ ആ വീട് ഒഴിപ്പിക്കാൻ പറഞ്ഞു, അപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചതിന് ശേഷം ആവാം എന്ന് കരുതിയിട്ടാണ്. പഞ്ചരത്നത്തിലോട്ടൊന്നും അനുഭവം പോകുന്നില്ല, എന്തായാലും അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയില്ല, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാം, എന്തായാലും ഇപ്പം നീ വീട് ഒഴിപ്പിക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറയണ്ട. ശരി, അതുപോലെ ആവട്ടെ എന്ന് പറയുന്നത്. ഇത് കേൾക്കുന്ന മാഷാകെ ഒന്ന് തകർന്നിരിക്കുകയാണ്. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് സുശീല വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ പറയണേ, അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ, അമ്മ പോകുമ്പോൾ എന്നെ കൂടി വിളിക്കണം, അപ്പോൾ അമ്മ തന്നിഷ്ടത്തിനാണ്ട് കൊണ്ടുപോയിരിക്കുന്നത്, എന്നിട്ട് അവളുടെ കൈകളിൽ കുട്ടിയെ ഏൽപ്പിച്ചിങ്ങോട്ട് വന്നിരിക്കുന്നു. അത് കേൾക്കുന്ന സുശീല പറയണേ, എന്താ മോനെ നീ ഇങ്ങനെ പറയുന്നത്, ഞാൻ ഒരിക്കലും അവളുടെ കൈകളിൽ കുട്ടിയെ ഏൽപ്പിച്ചിട്ടില്ല, ആ ചീരു എന്ന് പറയുന്ന ചിലങ്ക എൻ്റെ കൈകളിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ചതാണ്. അപ്പോൾ ആ വഴി പ്രതിഭ വരികയാണ്, എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം ഇന്ദ്രൻ വാങ്ങി കുടിക്കണം. എന്നാലും അമ്മ നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് നാണക്കേട് ഉണ്ടാക്കാൻ അമ്മക്ക് എന്നെ വിളിച്ചാൽ പോരെ, ഞാൻ എന്ത് ചെയ്യാനാടാ, അവൾ എൻ്റെ കൈകളിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിച്ചു എന്ന് പറയണേ. എന്നാൽ അമ്മ ഇപ്പം തന്നെ വരാൻ നോക്കിക്ക, നീ വഴുകിക്കണ്ട, അവളുടെ കയ്യിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ മേടിക്കാൻ എനിക്കറിയാം, അവൾക്കൊന്നും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ. അപ്പോൾ അതൊക്കെ കേൾക്കുന്നതിനോട് കൂടിയിട്ട് സുശീലക്ക് ആകെ നാണക്കേട് തോന്നുകയാണ്. കാരണം പ്രതിഭയ്ക്ക് കാര്യങ്ങൾ അറിയാം, തൻ്റെ മകനെ എത്ര വേണമെങ്കിലും തനിക്ക് പൊട്ടനാക്കാം, അതിന് പറ്റിയൊരു മകനുമാണല്ലോ. അങ്ങനെ പ്രതിഭയോട് പെട്ടെന്ന് പറയണേ, എന്താ എൻ്റെ തൊണ്ട വരണ്ട് നിൽക്കുന്ന, എനിക്കൊരു ഗ്ലാസ് വെള്ളം തരണമെന്ന് എനിക്കറിയില്ലടി എന്ന് പറഞ്ഞ് അങ്ങ് ഒച്ചയെടുക്കുമ്പോൾ പ്രതിഭ അവിടെ നിന്ന് പോയിട്ടോ. അങ്ങനെ ഈ സമയം സുശീല പറയണേ, എടാ നീ വിചാരിക്കുന്നത് പോലെയല്ല, അങ്ങനെ ഹോസ്പിറ്റലൊന്നും പോകാൻ പറ്റില്ല, അവിടെ ആളുകൾ ശ്രദ്ധിക്കപ്പെടും, അവർ ചോദ്യം ചെയ്യും, നീ കുഞ്ഞിൻ്റെ അമ്മയുടെ അടുത്തോട്ട് വിടാത്ത എന്താ, അങ്ങനെ ഒച്ചയും ബഹളമൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നാളെ എല്ലാവർക്കും മുന്നിൽ വിരൽ ചൂണ്ടുന്നത് നമ്മുടെ നേർക്കായിരിക്കും, അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചും കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ തന്നെ അമ്മ അതൊന്നും ആലോചിച്ച് ഉണ്ടാക്കണ്ട, അതൊക്കെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം, അച്ഛനേക്കാൾ വലുത് ഈ ഭാര്യ അമ്മയുടെ അനിയത്തി ഒന്നുമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കാണാം ഗേറ്റ് തുറന്നിങ്ങനെ അനുപമ ആകെ ഉറഞ്ഞു തുള്ളിയിട്ടുള്ള വരപാട് കേട്ടോ. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇന്ദ്രൻ ദഹിച്ചു പോകുന്ന ആ നോട്ടവുമായാണ് അനുപമ വരുന്നത്. അപ്പോൾ അനുപമയെ കാണുന്ന സുശീല, ഈശ്വര ഇവളെന്താ ഇവിടെ എന്ന് പറഞ്ഞ് നെഞ്ഞത്ത് ഇങ്ങനെ കൈവെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കൈ പതുക്കെ ഇങ്ങ് മാറ്റാൻ ശ്രമിക്കാൻ കേട്ടോ, കാരണം സുശീല കാണാനും പാടില്ല.
പാടില്ല, സോറി, ഇന്ദ്രൻ കാണാനും പാടില്ല. അങ്ങനെ അനുപമ നേർക്ക് നേരിട്ട് വരുന്ന സമയത്ത് ഇന്ദ്രൻ മുറ്റത്തോട്ട് ഇറങ്ങിച്ചെല്ലാണ്. എന്താടി നീ ഇവിടെ, നീ എൻ്റെ കുഞ്ഞിനെ നിൻ്റെ അനിയത്തിയെ കൊണ്ട് തട്ടിപ്പറിച്ചു വാങ്ങിച്ചു എന്ന് പറയിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ, അതിന് എൻ്റെ കുഞ്ഞ് എൻ്റെ കൈകളിൽ കിട്ടിയിട്ടില്ല, എൻ്റെ കുഞ്ഞ് ഹോസ്പിറ്റലല്ലേ, നിങ്ങളുടെ അമ്മ എൻ്റെ കുഞ്ഞ് മയങ്ങിക്കിടക്കാൻ വേണ്ടി കണക്കിൽ കൂടുതലുള്ള ഡോസ് എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ട് അതിൻ്റെ ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്നേ ഉള്ളൂ, എങ്കിലല്ലേ ഞാൻ അതിനെ തട്ടിപ്പറിച്ച് മേടിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറയാനിട്ടാ. അത് കേൾക്കുന്ന ഇന്ദ്രനൊന്നും ഞെട്ടി നിൽക്കുകയാണ്. സുശീല ഇങ്ങനെ നോക്കുകയാണ്. അത് പിന്നെ കുട്ടിക്ക് അസുഖം വന്നാൽ മരുന്ന് കൊടുക്കാതെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നാൽ നിങ്ങൾ കുട്ടിക്ക് അസുഖം വന്നാൽ മരുന്ന് കൊടുത്തത് ഇങ്ങനെയാണോ കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് അനുഭവം ചൂടാവുകയാണ്. അപ്പോൾ തന്നെ ഈ ഭാനുമൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. ഇത് കേട്ടില്ലടാ ഇന്ദ്രൻ, നിൻ്റെ അമ്മ കണ്ണന്തിരിവ് കാണിച്ചിട്ട് നിൻ്റെ അമ്മ നിന്ന് ചിലക്കുന്നത് കേട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ദേ ഭാനുമേ എന്ന് പറയണ്ട. അപ്പോൾ തന്നെ അനുഭവം പറയണേ, അതെ എൻ്റെ കുഞ്ഞിന് തീരെ സുഖമില്ല, എൻ്റെ കുഞ്ഞിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എടുക്കാമെന്ന് പറഞ്ഞ് ചീരുവിൻ്റെ കൈകളിൽ ഈ പറയുന്ന വിച്ചുമോനെ ഏൽപ്പിച്ച് നിങ്ങളുടെ അമ്മ അവിടെ നിന്ന് മുങ്ങിയതാണ്. നീ നുണ പറയണ്ട, വെറുതെ വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ചു പറയണ്ട. നിൻ്റെ അനിയത്തി ചീരു എൻ്റെ കുഞ്ഞിനെ അവരുടെ കൈകളിൽ, എൻ്റെ അമ്മയുടെ കൈകളിൽ നിന്ന് വാങ്ങിയതല്ലേ? നിങ്ങളുടെ അമ്മ അത് തന്നെ പറയുള്ളൂ. ഇതുവരെ പ്രിസ്ക്രിപ്ഷൻ എടുത്തു വരികയോ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവരികയോ എന്തെങ്കിലും ഒന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങളെ ഒന്ന് വിവരം അറിയിക്കുകയോ ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ അനുഭവം പറയാണ്. അപ്പോൾ അത് കേൾക്കുന്ന സുശീല ഒന്നിങ്ങനെ തല ചൊറിഞ്ഞ് നിൽക്കുമ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. തൻ്റെ അമ്മയുടെ കള്ളക്കളി ഇങ്ങനെ ചെറുതായി പൊളിഞ്ഞു വീഴാൻ തോന്നുമ്പോൾ പെട്ടെന്ന് സുശീല പറയണേ, അതെ നിൻ്റെ കയ്യിലല്ലേ കുഞ്ഞിൻ്റെ പ്രിസ്ക്രിപ്ഷൻ, പിന്നെ ഞാൻ എന്തിനാ വെറുതെ ഇവിടെ വന്നിട്ട് ഇന്ദ്രനോട് പറഞ്ഞിട്ട് എന്താ കാര്യം, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നിങ്ങനെ സുശീല ദേഷ്യത്തോടു കൂടി പറയാനിട്ടാ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അനുവും പറയാം, ഇത്രയേ ഉള്ളൂ ഇവരുടെ കാര്യം. ഇവർക്ക് എൻ്റെ മോനെ കൊല്ലാനാണോ ശരിക്കും നിങ്ങൾ വളർത്താനാണോ കൊണ്ടുവന്നിരിക്കുന്നത്? എൻ്റെ മകന് കണക്കിൽ കൂടുതൽ കഫ് സിറപ്പ് കൊടുത്തതും പോരാ, എന്നിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചപ്പോൾ എൻ്റെ അനിയത്തിയുടെ കൈകളിൽ ഏൽപ്പിച്ച് ഇവർ മുങ്ങിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ ഇന്ദ്രൻ പറയണേ, എടി നീ ഇത്ര വല്ലാതെ കിടന്ന് ചിലക്കണ്ട, എൻ്റെ കുഞ്ഞിനെ ഞാൻ തിരികെ മേടിക്കുമെന്ന് പറയണേ. ഉടൻ തന്നെ നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ തിരികെ മേടിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഇപ്പോൾ മേടിച്ചോ, അല്ലാതെ എൻ്റെ കുഞ്ഞിന് ജീവനും രക്തവും ഒക്കെ ഞാൻ നൽകിയിട്ട് പിന്നീട് അവൻ ജീവൻ വെച്ച് വരുമ്പോൾ നിങ്ങൾ അവനെ കൊണ്ടുപോകാൻ വന്നാൽ ഞാൻ പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ നിങ്ങളല്ലെന്ന് എനിക്ക് പറയേണ്ടി വരുമെന്ന് പറയണ്ടോ. ഇത് കേൾക്കുന്ന ഇന്ദ്രന് പിന്നെ വാക്കുകളില്ല. ഇന്ദ്രൻ്റെ നാവാകെ ശബ്ദിക്കാതായി, നാവിനൊരു വിലങ്ങ് വീണതുപോലെ ഒരു തരിപ്പായതുപോലെ ഇന്ദ്രൻ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഇത് നിങ്ങൾക്കുള്ള വാണിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ സുശീല പോലും ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇതേ സമയം തൻ്റെ അമ്മ ഇത്രയും വൃത്തികെട്ട ഒരു പ്രവൃത്തിയാണ് ചെയ്തതെന്ന ഭാവത്തിൽ ഇന്ദ്രൻ ഇങ്ങനെ സുശീലയെ തുറിച്ച് നോക്കുമ്പോൾ സുശീല നേർക്ക് നോക്കാൻ കഴിയുന്നില്ലടാ. സുശീല ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുക. അങ്ങനെ ഇന്ദ്രൻ ദേഷ്യത്തോടു കൂടി അകത്തോട്ട് കയറി പോവാണ്. പിന്നീട് സുശീല കുറച്ച് നേരമൊക്കെ അങ്ങ് പരിങ്ങിയതിന് ശേഷം ഇന്ദ്രൻ്റെ റൂമിലോട്ട് പമ്മി പതുക്കെ കയറി ചെല്ലാണ്. അപ്പോൾ ഇന്ദ്രനാണെങ്കിലും മൊത്തത്തിൽ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. മോനെ, അത് അവൾ പറയുന്നതൊക്കെ കേട്ട് നീ ഇപ്പോൾ അവളുടെ ആ ഉറഞ്ഞു തുള്ളലൊക്കെ കേട്ട് നീ പേടിച്ചോ? എനിക്കാരെയും പേടിക്കേണ്ട ആവശ്യമില്ല, അമ്മയാണല്ലേ ഇതിന് അവസരമുണ്ടാക്കിയതെന്ന് ചോദിക്കുകയാണ്. അത് കേട്ട ഉടൻ തന്നെ ഞാൻ എന്താ അവസരം ഉണ്ടാക്കിയെന്നാടാ നീ പറയുന്നത്? കുഞ്ഞിനിങ്ങനെ വയ്യാതായപ്പോൾ എൻ്റെ സംശയം അതല്ല, എൻ്റെ സംശയം അമ്മക്കും എൻ്റെ മോനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അമ്മ ഇത് ചെയ്തതെന്ന് എൻ്റെ സംശയം. എടാ മോനെ, ഞാൻ അങ്ങനെ വിച്ചുമോനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കും. ഇപ്പോൾ അവൾ വന്ന വരവ് കണ്ടില്ല നീ? അവൾ ഇതേപോലെ കോടതിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് കേസും കൂട്ടങ്ങളൊക്കെ ആവുന്നതിനേക്കാൾ നല്ല അവളുടെ കുഞ്ഞ് അവളുടെ അരികിലത്ത് നിൽക്കുന്നത് തന്നെ നല്ലത്. നമുക്ക് അങ്ങ് പ്രശ്നം വേഗം തീർക്കാം. അപ്പോൾ അത് കേൾക്കുന്ന പിന്നെ സുശീലയുടെ വാക്ക് കേൾക്കും. അങ്ങനെ പെട്ടെന്ന് തീർക്കാൻ പറ്റൂടെ, നീ നാളെ അവളെ വീട്ടിൽ നിന്ന് ഒഴിച്ചു വിടാൻ നോക്കുക, എന്നിട്ട് ആ വീട് ഒഴിപ്പിക്കുക. അതിനൊന്നും പറ്റില്ല അമ്മേ, ദയയുടെ പ്രശ്നം നടക്കുന്നത് കാരണം അനന്തമാഷ ഇടയ്ക്ക് ഇവിടെ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ആ സമയം നമ്മൾ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും നമുക്കിടയിൽ ചോദ്യം ചെയ്യാൻ വരും, അവരുടെ കുടുംബം മൊത്തം ഇവിടെയാണ് എന്നൊക്കെ എന്നെ പറയുമ്പോൾ അതിനെന്താ നീ പേടിക്കുന്നത്? ചിലപ്പോൾ അമ്മ അവിടെ പോകുന്ന സമയത്ത് ഒരാളുടെ ഭാഗം കേട്ട് മാത്രം ആരും മധ്യസ്ഥ വെക്കില്ല, രണ്ടാളുടെ ഭാഗം കേൾക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ നിൽക്കണം. എന്നാൽ ആദ്യം നിൽക്കണ്ട, നീ പറയുന്നത് ശരിയാണ്, നീ ആരുടെയും മുന്നിൽ തലകുനിക്കാൻ പോണ്ട. എന്തായാലും നീ ഒരു പണി ചെയ്യേ, നീ ഇവിടെ ഇരുന്നോ, നാളെ ആ വീട്ടിൽ നിന്ന് അവളെ തുരത്താനുള്ള വഴികളൊക്കെ എനിക്കറിയാം, അതൊക്കെ ഞാൻ ചെയ്തോളാം എന്നിങ്ങനെ സുശീല പറയാണ് കേട്ടോ. പിന്നീട് ഗോകുലിനെയാണ് കാണിക്കുന്നത്. ഗോകുല് ആ രാഹുൽ താമസിച്ചിരുന്ന ആ ഹോസ്റ്റലുണ്ടല്ലോ, മൃദുലയുടെ ആ ഒരു ഹോസ്റ്റൽ, അവിടെ വരികയാണ് കേട്ടോ. അവിടെ വരുമ്പോൾ ഇങ്ങനെ ഒരു സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. ആ സെക്യൂരിറ്റിയോട് ചോദിക്കുകയാണ്, അതെ ഇവിടെ രാഹുൽ എന്ന ആൾ ഇങ്ങനെ ഹോസ്റ്റലിൽ ഈ ഡോക്ടർ സംബന്ധമായിട്ട് ഇങ്ങനെ ടൂറിന് പോയിരിക്കുകയാണ്, മെഡിക്കൽ ക്യാമ്പിന് പോയിരിക്കുകയാണ്,
അയാളെക്കുറിച്ച് വിവരം അറിയാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇല്ലാത്ത ആളെക്കുറിച്ച് എങ്ങനെ വിവരം അറിയാനാണ്? അപ്പം നിങ്ങൾ രാഹുലിനെ അറിയോ എന്നിങ്ങനെ സെക്യൂരിറ്റിയോട് ചോദിക്കുക. ഞാനെങ്ങനെ അറിയണം? ഇവിടെ ഒത്തിരി പേരുണ്ടല്ലോ ഡോക്ടർമാരായിട്ട്, എങ്ങനെ എനിക്കറിയാനോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അയാൾ പോയതിന് ശേഷം ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഈ പറയുന്ന രാഹുലിനെ കുറിച്ച് പുതിയ ഡീറ്റെയിൽസ് അറിയാനെന്നുള്ള ആ ഒരു ലെവലിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഹെൽമെറ്റ് വെച്ച് ഒരാളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഗോകുലാണെങ്കിൽ അയാൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ അയാൾ ഗോകുലിനെ ശ്രദ്ധിച്ചിരിക്കുന്നത്. എടാ ഗോകുലേ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ ഗോകുലിൻ്റെ ഒറ്റ ഫ്രണ്ട് ആയിരിക്കൂടാ. എടാ നീ എന്താ ഇവിടെ, നീ ഫ്ലാറ്റ് മേടിക്കാനുള്ള വല്ല പരിപാടിയുണ്ട്? ആ ഫ്ലാറ്റൊക്കെ ഉണ്ട് ചെറുതായിട്ട്. ഇന്നിനൊക്കെ പോലെയുള്ള സുഹൃത്തുക്കളെ കിട്ടുകയാണെങ്കിൽ വൈകിട്ട് ഒരു അടിയൊക്കെ ആകുമ്പോൾ നല്ല സുഖമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അതൊക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അല്ലടാ സത്യത്തിൽ ഞാനിപ്പോൾ വന്നത് അതൊന്നുമല്ല, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത്. എന്ത് കാര്യം? അതെ, ഈ പറയുന്ന ഒരു ഡോക്ടർമാർ താമസിക്കുന്ന ആ ഒരു സ്ഥലമല്ലേ ഇത്? ഡോക്ടർമാർ മെഡിക്കൽ ക്യാമ്പിന് പഠിക്കുന്നവർ, PGക്ക് പഠിക്കുന്നവർ, അങ്ങനെ പല സ്റ്റുഡൻസും ഇവിടെയുണ്ട്. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു വല്ലാത്തൊരു ഫ്ലാറ്റാണ്. ഇപ്പോൾ നടക്കുന്ന ലിവിങ് ടുഗദർ ഉണ്ടല്ലോ, അതുപോലെ ഒരു ഫ്ലാറ്റാണ് ഇതെന്നൊക്കെ ഇങ്ങനെ പറയണ്ട. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടി ഗോകുല ആകെ ഞെട്ടിപ്പോണേ. എന്നല്ലേ ഞാൻ വന്ന വിവരം നിന്നോട് കറക്റ്റ് പറയാം. എനിക്കൊരാളെ പറ്റി ഒരു വിവരം അറിയാനുണ്ട്. ആരെ പറ്റി? ഒരു ഡോക്ടർ രാഹുൽ. ഏതാണ് ഈ ഡോക്ടർ രാഹുൽ എന്ന് പറയുമ്പോൾ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം, നീ ഇത് നോക്കിയെന്ന് പറഞ്ഞിട്ട് തൻ്റെ മൊബൈലിൽ രാഹുലിൻ്റെ ഫോട്ടോ കാണിക്കുക. ഇയാളായിരുന്നോ നമ്മുടെ മൃദുല ഡോക്ടറുടെ കൂടെ നടക്കുന്ന ആ രാഹുൽ? യെസ്, അയാൾ തന്നെ മൃദുലയുടെ കൂടെ നടക്കുന്ന. അല്ല, ഇവർ ശരിക്കും എന്താ കണക്ഷൻ എന്ന് ചോദിക്കാനായിട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്നോട് ലിവിങ് ടുഗദർ, അത് തന്നെ എന്ന് പറഞ്ഞിട്ടോ. അത് കേൾക്കുന്ന ഗോകുല ആകെ ഞെട്ടിപ്പോണ്. അല്ല, നീ ഇപ്പം എന്തിനാ ഈ ഡോക്ടർ രാഹുലിനെ കുറിച്ചും മൃദുലയെക്കുറിച്ചൊക്കെ അന്വേഷിച്ചത്? അതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നീട് വഴിയെ പറയാമെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഈ സമയം ഇതൊക്കെ കേട്ട് രാഹുലിനെ കുറിച്ചിട്ടുള്ള ആ വാക്കുകൾ കേൾക്കുന്ന ഗോകുൽ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ.